welcome to my channel. ഞാനിന്ന് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനായി നമുക്ക് വീട്ടിൽ തന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മഞ്ഞൾ എണ്ണയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ച മഞ്ഞൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ വീടുകളിലും മഞ്ഞൾ ചെടിയൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മഞ്ഞൾ ചെടിയുടെ ഇത് തന്നെയാണ്. ഇതിൻ്റെ പുറം തൊലിയൊക്കെ ചുരണ്ടിക്കളയാം. തൊലി അത്ര നന്നായിട്ട് പോകണമെന്നൊന്നുമില്ല. ഞാൻ ഈ മഞ്ഞളിൻ്റെ പുറം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മഞ്ഞളിനെ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മഞ്ഞളിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ ഏകദേശം പേർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സ്കിന്നിന് അലർജി സംബന്ധമായി ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പ്രതിരോധ ശക്തി നൽകാൻ മഞ്ഞളിന് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ മാറിപ്പോയാലും അതിൻ്റെ പാടുകൾ കുറേ കാലമായാൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അവിടെ ഈ മഞ്ഞളെണ്ണ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കളർ ചേഞ്ച് ആവുന്നതും നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ മഞ്ഞൾ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരച്ചെടുക്കാം മിക്സിയിലിട്ട്. ഞാനിവിടെ മഞ്ഞൾ അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. അത് ഈ കപ്പിൻ്റെ പകുതി ഭാഗത്തോളമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതേ അളവുള്ള മറ്റൊരു കപ്പിൽ അരക്കപ്പ് വെളിച്ചെണ്ണയും എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്കിന്നിന് മഞ്ഞൾ പോലെ തന്നെ മറ്റൊരു രീതിയിൽ നല്ലൊരു പ്രതിരോധ ശക്തി തരുന്ന ഒന്ന് തന്നെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും. അപ്പോൾ ഞാനിവിടെ മഞ്ഞളെണ്ണ തയ്യാറാക്കാനായി ഒരു ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ, അതായത് തിളയ്ക്കാൻ പാടില്ല, അതിന് മുന്നേ അരച്ചു വെച്ചിരിക്കുന്ന മഞ്ഞൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് സമയം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഈ മഞ്ഞളിന് ചെറിയ കറയുണ്ടല്ലോ, അത് കാരണം അടിയിലൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം കൈവിടാതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കറയങ്ങ് മാറിക്കിട്ടും. പിന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തീ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ എണ്ണ പെട്ടെന്നങ്ങ് പാകമായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ മഞ്ഞൾ ഇട്ട് കൊടുത്തത് മുതൽ എണ്ണ അങ്ങ് പതഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ഈ കറയുള്ളത് കൊണ്ടാണ്. ഇനി ഈ കറയൊക്കെ മാറി എണ്ണ പാകമാകുന്നതിനനുസരിച്ച് മുകളിലുള്ള പതയൊക്കെ കുറഞ്ഞു വരുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ ഇത് നിറം മാറി പതയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എണ്ണ പാകമായി. ഇത് മഞ്ഞളിൻ്റെ കൊത്ത് കണ്ടാലറിയാം. നമുക്ക് ഈ കൊത്ത് കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് ഞെരടി നോക്കിയാൽ അത് നന്നായിട്ട് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ എണ്ണ പാകമായി എന്ന് മനസ്സിലാവും. എണ്ണ പാകമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണ അടുപ്പിൽ നിന്നും മാറ്റണം. ഇല്ലെങ്കിൽ എണ്ണ ആ അടുപ്പിലുള്ള ചൂടിൽ നിന്നും കുറച്ച് മൂത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടോടുകൂടി തന്നെ മാക്സിമം കൊത്തും എടുത്ത് മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി കൊത്തെടുത്ത് മാറ്റുമ്പോൾ ആ കൊത്തിലുള്ള എണ്ണ മുഴുവനും വാർന്നു കിട്ടും. തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അല്ലാതെ തണുത്തതിന് ശേഷം അരിച്ച് കൊത്ത് മുഴുവനും മാറ്റാമെന്ന് വിചാരിച്ചാൽ ഞാൻ കാച്ചിയെടുത്തതിൽ കാൽഭാഗം എണ്ണയും ആ കൊത്തിൻ്റെ കൂടെ പോകും. എണ്ണ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ നിന്നും അങ്ങനെ അരിച്ചെടുത്താൽ ചിലപ്പോൾ കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കപ്പിൽ ഒഴിച്ചിട്ട് അതിൽ നിന്നാണ് അരിച്ചെടുക്കുന്നത്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഈ എണ്ണ കുളിക്കുന്നതിന് മുൻപ് ശരീരത്തിൽ 10 മിനിറ്റ് തേച്ചിട്ടതിന് ശേഷം കുളിക്കുമ്പോൾ കുറച്ച് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ സോപ്പ് മാത്രമായാലും കുഴപ്പമില്ല, കഴുകി കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ
ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ. Thanks for